ടി ജി നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞതുപോലെ ബംഗാൾ അതുപോലെ തന്നെ സംഭവിച്ചു. ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇക്കുറി ബി ജെ പി അധികാരത്തിലെത്തിയില്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി നിന്ന പലരും കാര്യം വലിയ ഒരു ആക്രമണം തൃണമൂലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേനെ. എന്തായാലും അത് ഉണ്ടായില്ല. ബി ജെ പി അധികാരത്തിൽ കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുറേ കാര്യം, എങ്കിലും ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, അന്ന് പറഞ്ഞ കാര്യം തന്നെ, ഈ ഒരു ശാന്തി ആഗ്രഹിച്ച ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. മനസ്സമാധാനം വേണമല്ലോ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും സ്വസ്ഥത വേണമല്ലോ. സ്വസ്ഥതയ്ക്ക് വേണ്ടി ജനം വോട്ട് ചെയ്തു. നേരത്തെയും ജനം ഇത് ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോട്ടപ്പുള്ളിയാവും. അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഈ EVM-ൽ അത്തർ പൂശി വയ്ക്കുക, BJP അതിൽ മാത്രം. പുറത്ത് വരുന്ന ആളിനെ അത്തർ മണക്കുന്നു. അത്തർ എന്ന് വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി പെർഫ്യൂമാണ്, അത്തറാവണമെന്നില്ല. അപ്പോൾ ഇയാൾ ഒരു വിരൽ തൊട്ടാൽ മതി, ഇയാൾ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇയാൾ ഈ അത്തർ മണക്കും. അപ്പോൾ അറിയാം ഇവൻ BJPക്ക് ചെയ്തവനാണ്. അങ്ങനെ അവനെ തല്ലും, അവൻ്റെ കുടുംബക്കാരെ തല്ലും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതുകൊണ്ട് വല്ലാത്ത പേടിയായിരുന്നു ആൾക്കാർക്ക്, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടത്. നമ്പർ 2 TMC ഇറക്കിയ ഒരു ഇത് കേന്ദ്രസേനയൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോകും കേട്ടോ, ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അഭിഷേക് ബാനർജി ഓപ്പണായി പറഞ്ഞിരുന്നു. അപ്പോൾ അത് അമിത്ഷാ നേരെ തിരിച്ചു പറഞ്ഞു, കേന്ദ്രസേന ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും, ഉടനെ ഒന്നും പോകണില്ല, ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോകുന്നുള്ളൂ, അവരെ പിൻവലിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും. പിന്നെ മമതയുടെ വേറൊരു നമ്പർ ട്രാൻസ്ഫോർമർ വളയുക, കൗണ്ടിങ് സെൻറ്ററിനടുത്തുള്ള ട്രാൻസ്ഫോർമർ. അന്നേരം അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് കറണ്ട് പോയി. അപ്പോൾ കൗണ്ടിങ് സെൻറ്ററിൽ ബഹളം വയ്ക്കുക, ഒന്നുകിൽ തിരഞ്ഞെടുപ്പ് കൗണ്ടർമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ പറയുന്ന റിസൾട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ട്രാൻസ്ഫോർമറിൽ ഒരു കാവലിട്ടു. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള കറണ്ട് വെച്ച് ഞങ്ങൾ വോട്ട് എണ്ണുന്നില്ല, അത് എപ്പോൾ വേണേലും പോവാം. അതുകൊണ്ട് ഞങ്ങൾ ജനറേറ്റർ, ഹൈ ക്വാളിറ്റി ജനറേറ്റർ 2 ഉണ്ട്, ഒരെണ്ണം പോയാൽ അടുത്ത ബാക്കപ്പ്, അത് വെച്ചാണ് കൗണ്ടിങ്. ഇങ്ങനെ സകല രീതിയിലും ഇവരുടെ മിസ്ചീഫ് ബ്ലോക്ക് ചെയ്താണ് ആളുകൾക്കൊരു കോൺഫിഡൻസ് വരികയും അവർ വോട്ട് ചെയ്യാൻ ഇറങ്ങുകയും. അല്ലെങ്കിൽ ഈ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിൽ 92%, 93% ഒക്കെ പോളിംഗ് ആണ്. നേരത്തെ ആസാമിലോ മറ്റോ ധുബ്രി ഒരു സ്ഥലമുണ്ടായിരുന്നു, 94% പോളിംഗ് നടന്ന ഒരു സ്ഥലം. അവിടെ പോളിംഗ് വളരെ ഹൈ ആയിരുന്നു. അത് വേറൊരു പൊളിറ്റിക്സാണത്. പക്ഷേ ഒറ്റ നിയോജകമല്ല. ഇത് ബംഗാളിൽ 93 സെക്കൻഡ് ഫേസിൽ 94 വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ തീരുമാനിച്ചുറച്ചിരുന്നു ആൾക്കാർ, എങ്ങനെയും ഇവരെ മാറ്റിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു മെസ്സേജും ബംഗാളിലെ ജനത തന്നിട്ടില്ല. സമാധാനം വേണം, കടക്കപ്പുറതി വേണം, അതാണ് എൻ്റെ മെസ്സേജ്.